അട്ടപ്പാടിയിലെ ഭിന്നശേഷി കുട്ടികൾക്ക് ഇനി സ്വന്തമായ ഒരു വീട്. എം.എ. യൂസഫ് അലിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സജി ബിസ്ന ദമ്പതികൾ വീട് വാങ്ങാൻ ആവശ്യമായിരുന്ന 15 ലക്ഷം രൂപയുടെയും ദൈനംദിന ചെലവിനായി 5 ലക്ഷം രൂപയുടെയും ചെക്കാണ് ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾ ദയാശ്രയ ചാരിറ്റബിൾ റീഹാബിലിറ്റേഷൻ സൊസൈറ്റിക്ക് കൈമാറിയത്. ഭിന്നശേഷിക്കാരായ കുട്ടികളുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന ആശങ്ക ഒഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് സജി ബിസ്ന ദമ്പതികൾ. ഈ കുട്ടികൾക്ക് സ്വന്തമായി വീടെന്ന സ്വപ്നം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി യാഥാർത്ഥ്യമാക്കി. വീട് വാങ്ങാൻ ആവശ്യമായ 15 ലക്ഷം രൂപയുടെയും കുട്ടികളുടെ ദൈനംദിന ചെലവിനായി 5 ലക്ഷം രൂപയുടെയും ചെക്ക് എം.എ. യൂസഫ് അലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾ സജി ബിസ്ന ദമ്പതികൾക്ക് കൈമാറിയത്. ഞങ്ങൾക്ക് ചെയ്തു തന്ന ഉപകാരം ഞങ്ങൾ മരണം വരെ മറക്കില്ല. കാരണം അത്രയും ബുദ്ധിമുട്ടിയ സമയത്ത് ദൈവത്തിനെ പോലെ യൂസഫ് അലി സാർ ഞങ്ങളുടെ മുന്നിലേക്ക് സഹായങ്ങളുമായിട്ട് വന്നത്. ഈ 6 മാസം കൊണ്ട് ഈ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും പൈസ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ മക്കളെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയായിരുന്നു. ഇവരെ എന്ത് ചെയ്യണം, എങ്ങോട്ട് കൊണ്ടുപോകണം എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനും അത് യൂസഫ് അലി സാറ് കണ്ണിൽ കാണാനും ഇടയായത്. യൂസഫ് അലി സാറ് അറിഞ്ഞാൽ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ദൈവം യൂസഫ് അലി സാറിൻ്റെ അടുത്തേക്ക് ഞങ്ങളെ കാര്യങ്ങൾ എത്തിച്ചു. അതിന് യൂസഫ് അലി സാറോട് ഒത്തിരി നന്ദി പറയുന്നു. യൂസഫ് അലി സാറ് ഞങ്ങളെ കാണപ്പെട്ട ദൈവമാണ്. അട്ടപ്പാടി മുക്കോലിയിൽ സ്വദേശികളായ സജിയും ബിസ്നയും 26 ഭിന്നശേഷി കുട്ടികൾക്കാണ് ദയാശ്രയ ചാരിറ്റബിൾ റീഹാബിലിറ്റേഷൻ സൊസൈറ്റിയിലൂടെ തണലേകുന്നത്. വിവാഹശേഷം കുട്ടികളില്ലാതിരുന്ന ഇവർ പ്രത്യേക പരിചരണം ആവശ്യമായ ഭിന്നശേഷി കുട്ടികളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുകയാണ്. കേരളത്തിന്റെ വിവിധയിടങ്ങളിലുള്ള ഭിന്നശേഷി കുട്ടികൾക്ക് സജിയും ബിസ്നയുമാണ് ഇപ്പോൾ അച്ഛനും അമ്മയും. ഇവരുടെ ചെലവും വീട്ടുവാടകയും സാധാരണക്കാരായ ഈ ദമ്പതികൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് ആദ്യം താമസിച്ചിരുന്ന വാടക കെട്ടിടത്തിൽ നിന്ന് ഇവർക്ക് ഇറങ്ങേണ്ടി വന്നു. പിന്നീടാണ് അട്ടപ്പാടി മുക്കാലയിൽ ഈ വീട്ടിലേക്ക് ഇവർ മാറിയത്. ഈ വീടുമായി കുട്ടികൾക്ക് നല്ല അടുപ്പമാണ് പുലർത്തിയിരുന്നത്. ഇതിനിടെ 6 മാസത്തിനകം വീട് വിൽക്കുമെന്ന് ഉടമസ്ഥർ അറിയിച്ചതോടെ കുട്ടികളുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലായിരുന്നു ഈ ദമ്പതികൾ. നാട്ടുകാരുടെ സഹായത്തോടെ 4 ലക്ഷം രൂപ സംഘടിപ്പിക്കാനായെങ്കിലും വീട് സ്വന്തമാക്കണമെങ്കിൽ 15 ലക്ഷം രൂപ കൂടി ആവശ്യമായിരുന്നു. ദൈനംദിന ചെലവിന് തന്നെ ബുദ്ധിമുട്ടുന്നതിനിടെ ഇത്രയും വലിയ തുക എങ്ങനെ സ്വരൂപിക്കുമെന്ന ആശങ്കയിലുമായിരുന്നു ഇവർ. ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി നാട്ടിൽ വരുന്നുണ്ടെന്ന് ആരോ പറഞ്ഞറിഞ്ഞ് വിശ്വസിച്ച് ഇവർ നാട്ടികയിലെത്തി ഒരു ദിവസം കാത്തുനിന്നുവെങ്കിലും നിരാശയായിരുന്നു ബലം. ഇതിനിടെയാണ് ദയാശ്രയ ചാരിറ്റബിൾ റീഹാബിലിറ്റേഷൻ സൊസൈറ്റിയുടെ അവസ്ഥ സമൂഹ മാധ്യമങ്ങളിലൂടെ എം.എ. യൂസഫ് അലിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടനടി തന്നെ ഈ കുട്ടികളുടെ സങ്കടം പരിഹരിക്കണമെന്ന് എം.എ. യൂസഫ് അലി ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകിയത്. ലുലു ഇന്ത്യ മീഡിയ ഹെഡ് N.B. സ്വരാജ്, ലുലു പാലക്കാട് ഹൈപ്പർ മാർക്കറ്റ് ജനറൽ മാനേജർ ജയേഷ് നായർ, ഹൈപ്പർ മാർക്കറ്റ് മാനേജർ ഹരികൃഷ്ണൻ എസ് എന്നിവർ ചേർന്ന് അട്ടപ്പാടി മുക്കാലിയിലെ ഇവരുടെ വീട്ടിലെത്തി 20 ലക്ഷം രൂപയുടെ ചെക്കുകൾ കൈമാറിയത്. ഞാനിവിടെ ഇന്നലെ വന്ന് നോക്കുമ്പോൾ പ്രത്യേക പരിഗണന അറിയിക്കുന്ന ഈ കുട്ടികളെ സംരക്ഷിക്കാൻ ഭാര്യയും ഭർത്താവും ഈ വീട്ടിൽ ഇവർ സ്വന്തം മക്കളെ പോലെ സംരക്ഷിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അതേ രീതിയിൽ തന്നെയാണ് യൂസഫ് അലി സാറിനോട് പറഞ്ഞത്. അദ്ദേഹം ഉടനെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു. അതാണ് ഇന്ന് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ വീട് ഇവരുടെ പേരിൽ സ്വന്തമാക്കണം. 20 ലക്ഷം രൂപയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഈ നാട്ടിലെ മറ്റുള്ള ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ഇവരെ സഹായിക്കാനും സ്വന്തം മക്കളെ പോലെ ഇവരെ നോക്കാനും ഈ നാട്ടിലെ മറ്റുള്ള ആളുകൾക്കും കഴിയട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. നിറകണ്ണുകളോടെ എം.എ. യൂസഫ് അലിക്ക് നന്ദി പറയുകയാണ് ഈ കുരുന്നുകളും ഇവരുടെ മാതാപിതാക്കളായി മാറിയ സജി ബിസ്ന ദമ്പതികളും. ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം. പവനേറുന്ന തങ്കമാണു നീ, Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. Rajakumari.